ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവം ഇതാ തിരുവനന്തപുരത്ത് ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ കാണും അല്ലേ? അതെ. ഇത്രയധികം നമുക്കേ ഉള്ളൂ. ഒഴുകി വന്നത് നമുക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന നമ്മുടെ അഭിമാനമായ നമ്മുടെ സ്കൂൾ കലോത്സവം. മുമ്പ് യുവജനോത്സവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കലോത്സവം എന്ന പേരിലേക്ക് മാറുകയായിരുന്നു. 117.5 പവന്റെ സ്വർണ്ണ കപ്പിന് വേണ്ടിയുള്ള കലാ പോരാട്ടമാണ് നടക്കുന്നത്. ആ സ്വർണ്ണക്കപ്പ് ഉണ്ടല്ലോ, സ്വർണ്ണക്കപ്പ് ആകെ നിങ്ങൾക്ക് കാണാൻ മാത്രമേ കിട്ടൂ. ഏത് ജില്ലക്കാർ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർണ്ണക്കപ്പല്ല. മൊമെന്റ് വരെ, ഒരു മിനിറ്റ് വരെ കയ്യിൽ കിട്ടുന്ന ഒരു മിനിറ്റ് ജീവിത കാലത്ത് മറന്നു പോകും. ഇല്ല, അതിന് വേണ്ടിയിട്ടുള്ള തവണ കണ്ണൂർക്കാർ തന്നെ കൊണ്ടുപോകുമോ അതോ കോഴിക്കോടുകാരാണ് ഏറ്റവും കൂടുതൽ കപ്പടിച്ചത്? കോഴിക്കോട്ടേക്ക് കപ്പ് പോകുമോ? പാലക്കാട്ടിന്റെ പോരാട്ടം എങ്ങനെയായിരിക്കും? ഇതൊക്കെയാണ് നമുക്ക് ഇഞ്ചോടിഞ്ച് പോരാടുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കൂടെ ഒരു മിടുക്കൻ കൂടി ചേരുന്നുണ്ട്. ഇവിടെ സെറ്റാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി മാറി നിന്നത്. ഇവിടെ അദ്ദേഹം സെറ്റ് ഒന്ന് മര്യാദ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അല്ലേ? ജോർജ് സാധാരണ ജോർജിന്റെ ക്ലാസ്സിൽ വേറെ ജോർജ് ഉണ്ടോ? ജോർജിന്റെ സ്കൂളിൽ വേറെ ജോർജ് ഉണ്ടോ? കുറച്ച് പഴയ പേരായതുകൊണ്ട് ഡിഫറെന്റ് ആയിരിക്കും. കുറച്ച് കനത്തിലാണ് പറയാ ഞാൻ ജോർജ്. ശരി, അക്ഷയ് ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പഴത്തേക്കാം കേൾക്കാം. ഒന്ന് പെർഫോം ചെയ്താലോ? ഇന്ന് കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞോ? ആണല്ലേ? എന്നിട്ടോ? ആണല്ലേ? അപ്പൊ നമുക്കിത് തുടങ്ങിയാലോ? ശരി. എത്ര വർഷമായി പഠിക്കുന്നത്? അതിനിടയ്ക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം വരെ എത്തി. മിടുക്കൻ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 4 വർഷം കൊണ്ട് ഇവിടെ വന്ന് പഠിച്ച് മത്സരിച്ച് എ ഗ്രേഡ് വാങ്ങിയ മിടുക്കൻ ജോർജ് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. താങ്ക് യു.